AK അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. AK അഭിലാഷ്, ഇപ്പോൾ മാൽപ്പെ തെരച്ചിൽ നടത്തുന്നത് ഈ മൺകൂന രൂപപ്പെട്ട ഭാഗത്താണോ? തീർച്ചയായിട്ടും മൺകൂനയുടെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ അദ്ദേഹം തെരച്ചിൽ നടത്തുന്നത്. അവിടെ NDRFിൻ്റെ സംഘം കൂടിയുണ്ട്. ആ മൺകൂനയ്ക്ക് ചുറ്റും ഒരു പരിശോധന നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ നാവിക സംഘം കണ്ടെത്തിയിരിക്കുന്ന ആ സ്ഥലത്ത് ഏതാണ്ട് ഒരു 40-50 മീറ്റർ മാത്രം ദൂരമാണ് ഈ മൺകൂനയിലേക്കുള്ളത്. ഒരു പക്ഷേ അവിടെ എവിടെയെങ്കിലും ഈ ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യത, കാരണം നേരത്തെ ഇപ്പോൾ മനാഫ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രകാരം നാവിക സംഘത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരപ്രകാരം ഇപ്പോൾ കയർ ചുറ്റപ്പെട്ട നിലയിൽ ഉള്ള കയർ അതിലൊരു കഷ്ണം മുറിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ്. അതായത് ഈ കയറിൻ്റെ മറ്റേ അറ്റം എവിടെയാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു പക്ഷേ അവിടെ ആ മരത്തടികൾക്കിടയിൽ കഷ്ണങ്ങൾക്കിടയിൽ അവിടെ ഏതെങ്കിലും അടിയിൽ ഭാഗത്ത് പാറക്കെട്ടുകൾക്കിടയിൽ ഉണ്ടാവാനുള്ള സാധ്യത അതിലേക്ക് തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് പരിശോധന നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഇപ്പോൾ തന്നെ ഫിസിക്കലായിട്ടുള്ള ഒരു പരിശോധന മാൽപ്പയ്ക്ക് നടത്താൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ മുകൾ ഭാഗത്ത് വാഹനത്തിൻ്റെ ഏതെങ്കിലും ഭാഗം, ഏതാണ്ട് വലിയൊരു 10 മീറ്ററോളം നീളവും ഏതാണ്ട് 4 മീറ്ററോളം ഉയരമൊക്കെയുള്ള വാഹനമാണ്, അത് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഭാഗം മുകളിൽ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വളരെ വലിയ തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനുവേണ്ടിയുള്ളൊരു ശ്രമം തന്നെയായിരിക്കും ഇപ്പോൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കയറിൻ്റെ മറ്റേ അറ്റത്ത് എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത വരുത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മാൽപ്പെ എന്തുകൊണ്ട് 2 മണിക്കൂറോളം സമയം ഇവിടുന്ന് മാറി നിന്നു, അത് നിർണായകമായി ഈ സമയത്ത് എന്തുകൊണ്ട് മാറി നിന്നു എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് വ്യക്തതയില്ല. ഒരു പക്ഷേ ഈ അവലോകന യോഗം ചേരുന്നത് കൊണ്ട് മാത്രമായിരിക്കും ആ സമയത്ത് പുഴയിൽ ഇറങ്ങാതെ മാറി നിന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മാൽപ്പെ ഈ പുഴയുടെ മൺതിട്ടയ്ക്ക് സമീപം അവിടെ പരിശോധന നടത്തുന്നുണ്ട്. NDRFിൻ്റെ സംഘവും അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മാൽപ്പയുടെ ബോട്ടും ആ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. 3 ബോട്ടുകളും ഇപ്പോൾ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. മാൽപ്പെ വിളിക്കുന്ന പക്ഷം അങ്ങോട്ട് നീങ്ങാനുള്ളൊരു നീക്കമാണ് അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും മാൽപ്പെ ഓക്സിജൻ സിലിണ്ടർ അടക്കം ധരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മുങ്ങിയുള്ളൊരു പരിശോധനയ്ക്ക് പോലും സാധ്യതയുണ്ട്. അതോടൊപ്പം മാൽപ്പയ്ക്കൊപ്പം മറ്റ് സഹ ഡൈവർ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മറ്റൊരു സിലിണ്ടർ കൂടി എടുത്ത് മാൽപ്പയ്ക്ക് സമീപത്തേക്ക് വരുന്നുണ്ട്. ഇവർ 2 പേർ കൂടി ചേർന്ന് അവിടെ തെരച്ചിൽ നടത്താനുള്ള സാധ്യതകളാണോ ആരായുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും മാൽപ്പെ ഇവിടെ എത്തിയിരിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് മാൽപ്പെ എത്തിയിരിക്കുന്നത്. മൺതിട്ടയ്ക്ക് മുകൾ ഭാഗത്തുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ നടത്താനുള്ള നീക്കം അവരുടെ ഭാഗത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ NDRFിൻ്റെ സംഘവും അവിടെയുണ്ട്. നാവിക സംഘം നേരത്തെ നിലയുറപ്പിച്ച അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. ഒരു പക്ഷേ മാൽപ്പയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം ആ ഭാഗത്തു നിന്ന്, അതായത് ഈ നദിയുടെ മധ്യഭാഗത്തു നിന്ന് ഇപ്പോൾ നാവികസേന കയർ കണ്ടെത്തിയ ഭാഗത്തേക്ക് ഒരു തെരച്ചിൽ നടത്താനുള്ള നീക്കം, അത്തരൊരു നിർദ്ദേശം മാൽപ്പയ്ക്ക് ഈ സൈനികരുടെ ഭാഗത്ത് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ സംശയിക്കുന്നത്. ഒരു പക്ഷേ ആ ഭാഗത്ത് 2 പേർ കൂടി, മാൽപ്പയും അതോടൊപ്പം തന്നെ മാൽപ്പയുടെ സഹ ഡൈവർ കൂടി ഒരുമിച്ച് അവിടെ തെരച്ചിൽ നടത്താൻ പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ അവിടെ ഡൈവ് ചെയ്യാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും NDRFിൻ്റെ സംഘം മുകൾ ഭാഗത്തും അതോടൊപ്പം തന്നെ താഴ്ഭാഗത്തും മാൽപ്പയ്ക്ക് സഹായമൊരുക്കിക്കൊണ്ട് അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി. ഓക്കെ, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.